ലൈഫിൽ ചെറിയ ഫൈനാൻഷ്യൽ ഡിസിഷൻസ് എടുത്ത് തുടങ്ങുകയാണോ? അല്ലെങ്കിൽ നിങ്ങൾ ഡേ ടു ഡേ ബേസിസിൽ ഫൈനാൻഷ്യൽ ഡിസിഷൻസ് എടുക്കുന്നവരാണോ? ഇതുവരെ എടുത്ത ഏതെങ്കിലും ഫൈനാൻഷ്യൽ ഡിസിഷൻസ് റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ? ഇഫ് യു ആൻസർ ഈസ് യെസ് ടു എനി ഓഫ് ദീസ് ക്വസ്റ്റ്യൻസ്, ദെൻ ദിസ് ഇസ് എ റൈറ്റ് വീഡിയോ ഫോർ യു. ലൈഫിൽ എപ്പോഴെങ്കിലും ഒക്കെ നമ്മൾ ക്രോസ് ചെയ്യേണ്ടി വരുന്ന ഒരു ടേം ആണ് ഡെറ്റ്. എന്താണ് ഡെറ്റ്? ഡെറ്റ് നല്ലതാണോ ചീത്തയാണോ? എന്താണ് ഈ ഗുഡ് ഡെറ്റും ബാഡ് ഡെറ്റും? നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയയും ഇല്ലെങ്കിൽ യു ആർ അറ്റ് ദ റൈറ്റ് പ്ലേസ്. ദിസ് വീഡിയോ ഈസ് എ വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ ടു ഓൾ ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു ഡെറ്റ്. ചില ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ എസെൻഷ്യൽ എന്ന് തോന്നുന്ന കാര്യങ്ങൾ അറ്റൈൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പൊതുവെ ലോൺസ് എടുക്കാറ്, അല്ലേ? സ്വന്തമായ ഒരു വീട് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ തുടങ്ങിയ ആവശ്യങ്ങളാവാം. അതല്ലെങ്കിൽ പ്രതീക്ഷിക്കാതെ ഉണ്ടാകുന്ന എക്സ്പെൻസസ് കവർ ചെയ്യാൻ വേണ്ടി ആയിരിക്കാം. പക്ഷെ എല്ലാ ഡെറ്റും ഒരുപോലെ അല്ല. ഡെറ്റ് പൊതുവെ 2 ടൈപ്പാണുള്ളത്: ഗുഡ് ഡെറ്റ് ആൻഡ് ബാഡ് ഡെറ്റ്. നിങ്ങളൊരു ലോൺ എടുക്കുമ്പോൾ അത് ഗുഡ് ഡെറ്റ് ആണോ ബാഡ് ഡെറ്റ് ആണോ എന്ന് അറിഞ്ഞാൽ മാത്രമേ ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയൂ. എന്താണ് ഗുഡ് ഡെറ്റ്? നിങ്ങളുടെ വെൽത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ഫൈനാൻഷ്യൽ പൊസിഷൻ ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന തരം ഡെറ്റാണ് ഗുഡ് ഡെറ്റ്. ഇത് എങ്ങനെ കൃത്യമായി ഐഡന്റിഫൈ ചെയ്യാമെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ഈ ഡെറ്റിലൂടെ വാല്യുബിൾ അസറ്റ്സ് അല്ലെങ്കിൽ സ്കിൽസ് അക്വയർ ചെയ്യാൻ കഴിയും. ഉദാഹരണത്തിന്, നിങ്ങളൊരു സ്റ്റുഡൻറ് ലോൺ അവൈൽ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുടെ ഏർണിംഗ് പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്യാനും കൂടാതെ കൂടുതൽ ജോലി സാധ്യതകളിലേക്ക് വാതിൽ തുറക്കാനും സഹായിച്ചേക്കും. ഇനി നിങ്ങൾ ലോൺ എടുത്ത് വീട് വെക്കുകയോ വാങ്ങുകയോ ചെയ്താൽ വർഷം തോറും അതിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇത് ഇക്വിറ്റി ബിൽഡ് ചെയ്യാൻ സഹായിക്കും. നിങ്ങളൊരു ബിസിനസ് ലോൺ ആണ് എടുക്കുന്നതെങ്കിൽ അത് ബിസിനസ് തുടങ്ങാനും വിപുലീകരിക്കാനും നിങ്ങളെ സഹായിക്കുന്നു. അതല്ല, നിങ്ങൾ ലോൺ എടുത്തൊരു പ്രോപ്പർട്ടി വാങ്ങി അത് റെന്റ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു പാസീവ് ഇൻകം ഉണ്ടാകുമെന്ന് മാത്രമല്ല, അതിന്റെ വാല്യൂം ഇയർലി ബേസിൽ ഇംപ്രൂവ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ബാഡ് ഡെറ്റോ? ഫൈനാൻഷ്യൽ റിട്ടേൺ നൽകാത്തതും വാല്യൂവിൽ വർധന വരാത്തതുമായ പർച്ചേസുകൾക്കായി എടുക്കുന്ന ഡെറ്റാണ് ബാഡ് ഡെറ്റ്. പൊതുവെ ബഡ്ജറ്റ് സ്ട്രെയിൻസ് ഉണ്ടാകുന്ന രീതിയിൽ ഹൈ ഇൻട്രസ്റ്റ് റേറ്റ്സ് ഉള്ള ലോണുകളാണിവ. ഫോർ എക്സാമ്പിൾ, നോൺ എസെൻഷ്യൽ പർച്ചേസുകൾക്കായി എടുക്കുന്ന ഹൈ ഇൻട്രസ്റ്റ് ഡെറ്റ്സ് പെട്ടെന്ന് പെരുകുന്നു. കാർസ് ഒരു ഫൈനാൻഷ്യൽ ഡിപ്രിഷിയേറ്റിംഗ് അസറ്റ് ആണ്. അതായത് അവയുടെ വാല്യൂ കാലം പോകുന്തോറും കുറഞ്ഞു വരുന്നു. അതുകൊണ്ട് തന്നെ കാർ ലോൺസ് ബാഡ് ഡെറ്റ് കാറ്റഗറിയിൽ പെടുന്നവയാണ്. അതുപോലെ തന്നെ നോൺ ഇൻവെസ്റ്റ്മെന്റ് പേഴ്സണൽ ലോൺസ് ബാഡ് ഡെറ്റ് കാറ്റഗറിയിൽ പെടുന്നവയാണ്. ഉദാഹരണത്തിന്, വെക്കേഷൻസ് അല്ലെങ്കിൽ ട്രിപ്പ് പോകാനോ ലക്ഷറി ഗുഡ്സ് വാങ്ങാനോ വേണ്ടിയോ എടുക്കുന്ന ലോൺസ്. നിങ്ങൾ ഇതുവരെ വീഡിയോ വാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി ബെനഫിഷ്യൽ ആയിട്ടുള്ള രീതിയിൽ ഡെറ്റ് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഡെറ്റ് മാനേജ് ചെയ്യാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് ബാഡ് ഡെറ്റും ഗുഡ് ഡെറ്റും ഐഡന്റിഫൈ ചെയ്യുക എന്നതാണ്. ബെസൈഡ്സ് ഡെറ്റ് മാനേജ് ചെയ്യാൻ കുറച്ച് സ്ട്രാറ്റജീസും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. സ്ട്രാറ്റജി നമ്പർ 1: ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കുക. നിങ്ങളുടെ ഇൻകം ആൻഡ് എക്സ്പെൻസസ് കൃത്യമായി ട്രാക്ക് ചെയ്ത് ബഡ്ജറ്റ് കട്ട്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ഏരിയാസ് ഐഡന്റിഫൈ ചെയ്ത് കോസ്റ്റ് കട്ട്സ് വരുത്തിയാൽ അനാവശ്യ ഡെറ്റ്സ് ഒഴിവാക്കാം. നമ്പർ 2: നിങ്ങൾ ഹൈ ഇൻട്രസ്റ്റ് റേറ്റ്സ് ഉള്ള ഡെപ്റ്റ് ഉള്ള ആളാണോ? എന്നാൽ ഹൈ ഇൻട്രസ്റ്റ് റേറ്റ്സ് ഉള്ള ലോൺസ് പ്രയോറിറ്റൈസ് ചെയ്ത് പെട്ടെന്ന് അടച്ചു തീർക്കുക. ഇത് നിങ്ങളുടെ ഓവറോൾ ഇൻട്രസ്റ്റ് റേറ്റ്സ് കുറയ്ക്കാൻ സഹായിക്കും. 3: ഡെപ്റ്റ് കൺസൾട്ടേഷൻ. നിങ്ങൾക്ക് പല ഇൻട്രസ്റ്റ് റേറ്റ്സിൽ പല സോഴ്സിൽ നിന്ന് ലോണുകളുണ്ടോ? എന്നാൽ ഇങ്ങനെ പല സോഴ്സുകളിലായി ഡെറ്റ്സ് പേ ചെയ്യുന്നതിന് പകരം ഇത് ഒരൊറ്റ ലോവർ ഇൻട്രസ്റ്റ് ലോൺ ആക്കുന്നത് ഡെറ്റ് സിംപ്ലിഫൈ ചെയ്യാൻ സഹായിക്കും. നമ്പർ 4: സ്നോബോൾ വേഴ്സസ് അവലാഞ്ച് മെത്തേഡ്. നിങ്ങൾക്ക് ലോൺസ് ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ സ്നോബോൾ മെത്തേഡ് വഴി ചെറിയ ലോൺ ആദ്യമേ അടച്ചു തീർക്കാം. അതല്ലെങ്കിൽ അവലാഞ്ച് മെത്തേഡ് ഉപയോഗിച്ച് വലിയ ഇൻട്രസ്റ്റ് എമൗണ്ട് ഉള്ള ലോൺ ആദ്യമേ അടയ്ക്കുക. നമ്പർ 5: ലിമിറ്റ് ന്യൂ ഡെറ്റ്. പുതിയ ഡെറ്റ് എടുക്കുമ്പോൾ അത് ആവശ്യമുള്ളതും ഗുണമുള്ളതുമാണെന്ന് ഉറപ്പുവരുത്തുക. 6: എമർജൻസി ഫണ്ട് ബിൽഡ് ചെയ്യുക. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചിലവുകളും പുതിയ ഡെറ്റ്സും അവോയ്ഡ് ചെയ്യാനായി 3 മുതൽ 6 മാസത്തേക്കുള്ള ലിവിംഗ് എക്സ്പെൻസസ് സേവിങ്സ് ആയി കരുതി വെക്കുക. 7: നിങ്ങളുടെ ക്രെഡിറ്റ് എപ്പോഴും മോണിറ്റർ ചെയ്യുക. നിങ്ങളുടെ ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ റേറ്റ് എപ്പോഴും ലോ ആയി സൂക്ഷിക്കുക. കൂടാതെ ടൈംലി പേയ്മെന്റ്സ് നടത്തി നല്ല ക്രെഡിറ്റ് സ്കോർ മെയിൻറ്റെയിൻ ചെയ്യുക. ഇന്നിപ്പോൾ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് ബാഡ് ഡെറ്റ് ഉണ്ടായി എന്ന് തന്നെ വിചാരിച്ചോളൂ. ബാഡ് ഡെറ്റ് എങ്ങനെ എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്യാമെന്ന് നോക്കാം. ഓൾവേസ് പേ മോർ ദാൻ ദ മിനിമം. മിനിമം പേയ്മെന്റ് എപ്പോഴും ഇൻട്രസ്റ്റ് മാത്രമാണ് കവർ ചെയ്യുന്നത്. ഇൻട്രസ്റ്റിൽ കൂടുതൽ പേ ചെയ്യുന്നത് ഡെപ്റ്റ് പെട്ടെന്ന് ക്ലിയർ ചെയ്യാൻ സഹായിക്കും. യൂസ് എക്സ്ട്രാ മണി വൈസ്ലി. ബോണസ് അല്ലെങ്കിൽ ടാക്സ് റീഫണ്ട് വഴി ലഭിക്കുന്ന പണം ബാഡ് ഡെറ്റ് റീപേയ്മെന്റിനായി ഉപയോഗിക്കുക. അത്യാവശ്യമെന്ന് തോന്നിയാൽ ക്രെഡിറ്റ് കൗൺസിലേഴ്സ് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ അഡ്വൈസേഴ്സിനെ സമീപിക്കുക. ടു സം തിങ്സ് അപ്പ്, മണി ബോറോ ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് ഫ്യൂച്ചർ ഫൈനാൻഷ്യൽ ബെനിഫിറ്റ്സ് നൽകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഇമ്പൾസീവായി ലോൺ എടുക്കുന്നതും മണി ബോറോ ചെയ്യുന്നതും കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക. ലോങ് ടേം ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി ഉറപ്പുവരുത്തുന്ന തരത്തിലുള്ള ഫൈനാൻഷ്യൽ ഡിസിഷൻസ് എടുക്കാൻ എപ്പോഴും ശ്രമിക്കുക.